ഗുണ്ടകളെ തെരുവിലടിക്കും കട്ടായോ വാടാ വാടാ പോരിന് വാടാ ഉണയുണ്ടെങ്കിൽ പോരിന് വാടാ കോൺഗ്രസിന്റെ ചട്ടകളെ സതീശന്റെ ഗുണ്ടകളെ കണ്ണൂരിൽ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്ത് തിരുവനന്തപുരത്തേക്ക് മടങ്ങാനായി ട്രെയിൻ കാത്തുനിന്ന കേരളത്തിന്റെ ബഹുമാനിയായ ആരോഗ്യവകുപ്പ് മന്ത്രി സഖാവ് വീണ ജോർജിനെ അതിക്രൂരമായിട്ടാണ് വി.ഡി. സതീശന്റെ നേതൃത്വം കൊടുത്തുകൊണ്ട് സതീശന്റെ നിർദ്ദേശപ്രകാരം KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഗുണ്ടകൾ അതിക്രൂരമായി ആക്രമിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ മന്ത്രിക്ക് നേരെ ഇത്രയും അതിക്രൂരമായ ആക്രമണം നേരിടേണ്ടി വരുന്നത്. സഖാവ് വീണ ജോർജ് കണ്ണൂർ ആശുപത്രിയിൽ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ നീചമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സതീശനാണ് പറഞ്ഞുവിട്ടതെങ്കിൽ കേരളത്തിലെ വി.ഡി. സതീശന്റെ ഉപദേശം കേട്ടിറങ്ങിയിട്ടുള്ള എല്ലാ യൂത്ത് കോൺഗ്രസ് KSUക്കാരും ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ ചെറ്റകളെ തെരുവിൽ കൈകാര്യം ചെയ്യാൻ CPIM തയ്യാറാകും. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് CPIMന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബന്ധപ്പെട്ട് ചെല്ലുമ്പോൾ യാതൊരു പ്രകോപനവും കൂടാതെ പാത്തിരുന്നിട്ട് ആക്രമിക്കുന്ന രൂപത്തിൽ, ഒളിച്ചിരുന്ന് ആക്രമിക്കുന്ന രൂപത്തിൽ ആ മന്ത്രിയുടെ മേൽ ചാടി വീഴുകയും മന്ത്രിയുടെ കഴുത്തിനും നടുവിനും ഉൾപ്പെടെ പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയുന്നത് പോലെ ഒരു വനിതാ മന്ത്രിയുടെ നേരെ കയ്യേറ്റത്തിന് ശ്രമിക്കുക എന്ന് പറയുന്നത് ബോധപൂർവം പ്ലാൻ ചെയ്ത് നേതൃത്വത്തിന്റെ അറിവോടെ വി.ഡി. സതീശന്റെ അറിവോട് കൂടിയിട്ടാണ് സഖാവ് വീണ ജോർജിന്റെ നേരെ നടന്നിട്ടുള്ള ആക്രമണം എന്ന കാര്യം നമുക്കറിയാം. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതിന് പ്രതിഷേധം പ്രകടിപ്പിക്കാൻ, പ്രഖ്യാപിക്കപ്പെട്ട പ്രതിഷേധം പ്രകടിപ്പിക്കാൻ ജനാധിപത്യ രീതിയിൽ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇവിടെ അതല്ല നടന്നത്. ഇവിടെ പാത്തിരുന്ന് മന്ത്രിയെ ആക്രമിക്കുക എന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചാൽ അതിന് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് CPIMന് നന്നായിട്ടറിയാം. ആ CPIM ഇതുപോലെ ഒളിഞ്ഞിരുന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഈ പാർട്ടിക്ക് നന്നായിട്ടറിയാം. ഈ പാർട്ടി ഇതുപോലെ ചതിയും വഞ്ചനയും കാണിക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു യൂത്ത് കോൺഗ്രസുകാരനും ഒരു മൂത്ത കോൺഗ്രസുകാരനും ഈ കേരളത്തിന്റെ തെരുവിൽ ഇറങ്ങില്ല എന്ന കാര്യം സത്യസന്ധമാണ്.